Hi friends, welcome back to my channel Food for my wife. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സോയ റോസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും വീഡിയോ കണ്ട ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വരൂ. അവിടെ 2 കപ്പ് വെള്ളമാണ് വെച്ചത്. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി 1 കപ്പ് ചങ്ക്സ് ഇടാം. അപ്പോൾ ഇത് 50 ഗ്രാം സോയാബീനാണ്. ഇത് നല്ലപോലെ 2 മിനിറ്റ് കിടന്നാൽ മതി. നല്ലപോലെ എടുത്ത ശേഷം പച്ചവെള്ളത്തിൽ 4-5 വെള്ളം കഴുകിയ ശേഷം നല്ലപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം നമുക്ക് മസാലയൊക്കെ പുരട്ടാം. അപ്പോൾ ഇത് വെള്ളം നല്ല തോറിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മൾ സോയാബീൻ നല്ലപോലെ ഇളക്കി ഇതേപോലെ പിടിപ്പിക്കുക. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 20 മിനിറ്റോളം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കണ്ടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി. അവിടെ ചീനിച്ചട്ടി വെച്ച് കഴിഞ്ഞു. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്ന. ഞാൻ അവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. നല്ല ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഒരു വശം ആയതിനു ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. അത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുമാറ്റാം. ഇനി നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. മസാല എല്ലാം പിടിച്ച് നല്ല റെഡി ആയിരിക്കുകയാണ്. ഒരു വശം ഒരു 2 മിനിറ്റ് ചൂടായ ശേഷം നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. വെള്ളമെല്ലാം പോയി മസാല എല്ലാം പിടിച്ച് നല്ല ആയിരിക്കുകയാണ്. വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ആയി കഴിഞ്ഞ് നമുക്ക് കോരിമാറ്റാം. ഞാൻ ഇവിടെ എണ്ണ മാറ്റുന്നില്ല. അപ്പോൾ ആ എണ്ണയും കൂടി തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഇവിടെ ചേർക്കാം. കാര്യം ഇത് എണ്ണ കുറവാണ്. വെളിച്ചെണ്ണ ആണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എണ്ണ ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിരിക്കുന്ന. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാകണം. ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞു. നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് നമ്മൾ സോയ ചങ്ക്സ് റോസ്റ്റിനുണ്ടാവും. ഞാൻ അവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടച്ചു കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് ഇട്ടുകൊടുക്കാം. സോയാബീൻ ഫ്രൈ ചെയ്തത് അതിട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കാം. തീ വന്നിട്ട് ലോ ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവൂ. പേരിന് വേണ്ടി കുരുമുളക്, പേരിന് വേണ്ടി ഗരം മസാല, ആൾറെഡി നമ്മളെല്ലാം ചേർത്തുള്ളതാണ്. സോയ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ കറിവേപ്പില ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നല്ലൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.